പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മാറ്റാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ടാറ്റ നാനോയുടെ ബാറ്ററിയാണ്. ഞാൻ പുതിയ ബാറ്ററി ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത് SF-ൻ്റെയാണ്. ഇതിലിരിക്കുന്നത് എക്സൈഡിൻ്റെയാണ്. SF-ഉം എക്സൈഡും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. സെയിം കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ബാറ്ററിയാണ് SF. ഇതിന് കുറച്ച് വില കുറവുണ്ട് എന്നേ ഉള്ളൂ. ഇതിൻ്റെ വാറണ്ടി ഒരു 66 മാസം എന്ന് കാണിക്കുന്നുണ്ട്. 66ൻ്റെ അടുത്തൊരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഇനി അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കണം അതെന്താണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി മൊത്തം ഡൗൺ ആയിരുന്നു. ഇതിൻ്റെ ബാറ്ററി അല്ല. ഇതിലിരുന്ന ബാറ്ററി കൊണ്ടു കൊടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ ബാറ്ററി കൊടുക്കുമ്പോൾ നമുക്കൊരു പൈസ നല്ല കുറവ് കിട്ടും പഴയ ബാറ്ററി കൊടുത്തിട്ട് വാങ്ങിക്കുമ്പോൾ. അപ്പോൾ ഇത് വേറെ ബാറ്ററിയുടെ ഇതിൻ്റെ പൊളാരിറ്റി നോക്കുക. ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തിരിച്ചാണ് വരേണ്ടത്. ഈ ഭാഗത്താണ് ബാറ്ററിയുടെ നേരെ തിരിച്ച് വരണം. ഈ കമ്പിയിൽ ഇടിക്കുക. അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കുക, ഇങ്ങനെ തിരിച്ച് ഇത് നേരെ റിവേഴ്സാണ് വരേണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ബാറ്ററിയാണോ പോയിരിക്കുന്നത്, സ്റ്റാർട്ടർ മോട്ടറാണോ പോയിരിക്കുന്നത്, ആൾട്ടർനേറ്ററാണോ പോയിരിക്കുന്നത് കൺഫേം ചെയ്തിട്ടേ നമ്മൾക്ക് ബാറ്ററി വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാറ്ററിയുടെ വോൾട്ടേജ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ വോൾട്ടേജ് 12.5 കാണിക്കുന്നുണ്ട്. എത്ര വീക്കായ ബാറ്ററി ആണെങ്കിലും വോൾട്ടേജ് അത് കാണിക്കും. നമ്മൾ വോൾട്ടേജ് നോക്കിയിട്ട് കാര്യമില്ല. ഇനി നമുക്ക് വണ്ടി ഇപ്പോൾ ന്യൂട്രലാണ്. ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫ്യൂൽ പമ്പ് വർക്കായപ്പോൾ തന്നെ 12.3 വന്നിട്ടുണ്ട് വോൾട്ടേജ്. ഇനി നമുക്ക് സെൽഫ് അടിച്ച് നോക്കാം. 8 വോൾട്ടിലോട്ട് താഴെ പോയി. വളരെ മുക്കിയാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഭയങ്കര വീക്കാണ്. അതേപോലെ തന്നെ ബാറ്ററിയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കണം. ഒരു 6 വർഷം കഴിഞ്ഞ ബാറ്ററിക്ക് ആണെങ്കിൽ 5 അല്ലെങ്കിൽ 6 വർഷം കഴിഞ്ഞ ബാറ്ററി ആണെങ്കിൽ കൺഫേം ആയിട്ട് ബാറ്ററി പോയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം ഞാൻ പറഞ്ഞു തരാം നമുക്ക് ആൾട്ടർനേറ്റർ പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ കൺഫേം ചെയ്യാം എന്ന്. അപ്പോൾ ഇതെടുത്ത് നേരെ ഫിറ്റ് ചെയ്യാം. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 10ൻ്റെ സ്പാനറാണ് വേണ്ടത്. 10ൻ്റെ ഈ 2 ബോൾട്ടുകൾ അഴിച്ചതിന് ശേഷം ഈ ബാറ്ററി എടുത്തിട്ട് ഇവിടെ ഫിറ്റ് ചെയ്യാം. ആദ്യം തന്നെ ബാറ്ററിയുടെ നെഗറ്റീവാണ് റിമൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ പോസിറ്റീവ് റിമൂവ് ചെയ്തെടുക്കുക. ഇതിവിടെ ഞാൻ വേറൊരു ഇൻവെർട്ടറിന് വേണ്ടി സപ്ലൈ എടുത്തിരിക്കുന്നതാണ് ബാറ്ററിക്ക് വേണ്ടി. ഇനി നമുക്ക് ഈ പോസിറ്റീവും കൂടി റിമൂവ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പൊളാരിറ്റിയൊക്കെ നോക്കിയിട്ട് ബാറ്ററിയുടെ ടെർമിനൽസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് പുതിയ ബാറ്ററി വാങ്ങിക്കുമ്പോൾ ഇതിലൊരു ഗ്രീസ് ഉണ്ടാവും. അതൊന്ന് തുടച്ച് കളയരുത്. ഗ്രീസ് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. ഗ്രീസ് പിന്നീട് കൊറോഷനൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ആ ഗ്രീസ് തുടച്ച് കളയേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇപ്പോഴും ഞാനിവിടെ വോൾട്ട് മീറ്ററിലിട്ടിട്ട് മൾട്ടിമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. 12.8 വോൾട്ട് കാണിക്കുന്നുണ്ട്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഫ്യൂൽ പമ്പ് വർക്കായി. 12.6. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 14.3 വോൾട്ട് കാണുന്നുണ്ട്. ആൾട്ടർനേറ്ററിൽ നിന്ന് പവർ വരുന്നുണ്ട് ഇങ്ങോട്ട്. അതിൻ്റെ അർത്ഥം നമ്മുടെ ആൾട്ടർനേറ്റർ വർക്കാവുന്നുണ്ട് എന്നാണ്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇതൊന്ന് കൺഫേം ചെയ്യണം നിങ്ങൾ ബാറ്ററി മാറ്റുന്നതിന് മുമ്പ്. (14.5, 14.4 വോൾട്ടിൽ വരും.